ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൈദ അബ്ദുൽ സലാം. ഞാൻ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇന്നൊരു ഔട്ടിങ്ങാണ്, പുറത്ത് പോവാണ്. അപ്പം ബാബുവിൻ്റെ ഒരു ഫ്രണ്ട് ആണ് വന്നിട്ടുള്ളത്. കോളേജിൽ ബാബുവിൻ്റെ ഡിഗ്രി മേറ്റാണ്, എൻ്റെ കോളേജ് മേറ്റാണ് രതീഷും ഫാമിലിയും ഉണ്ട് എൻ്റെ കൂടെ. ഞാൻ അവരെ കൂടെ പോണത്. ബാബു ഇല്ല, ബാബു കടയിൽ തിരക്കിലാണ്. പിന്നെ എന്താ പറയുക, രതീഷും ഫാമിലി ആയിട്ട് ഒരു പ്രത്യേക അടുപ്പം കൂടുതലുണ്ടാവും. ദീപ്തിക്ക് അറിയെന്താന്ന്? അത് എന്താന്ന് പറഞ്ഞിട്ടെ, ഞാനും ബാബുവും ആദ്യമായിട്ട് ശരിക്കും സംസാരിച്ചത് ഇവര് വീട്ടിൽ വെച്ചിട്ടാണ്. രതീഷിന്റെ വീട്ടിലല്ല, രതീഷിന്റെ പെങ്ങളുടെ ആയിരുന്നു, കസിന്റെ സ്വന്തം പെങ്ങളുടെ അല്ലേ. രതീഷിന്റെ പെങ്ങളുടെ തിരൂര് വെട്ടത്താണ് രതീഷിന്റെ വീട്. അപ്പോൾ രതീഷിന്റെ പെങ്ങളെ കല്യാണത്തിന് പോയപ്പോൾ അന്നൊക്കെ കോളേജിൽ നിന്ന് അങ്ങനെ സംസാരിക്കാനൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായിട്ടും അങ്ങനെ സംസാരിക്കാനൊരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പം ശരിക്കും അതിനൊരു അവസരം ബാബുവിൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടാക്കി തന്നു. ശരിക്കൊരു മരം ചുറ്റിപ്രയമായിരുന്നു. ഈ അടുത്ത് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലെ ഗ്രൂപ്പിൽ നജീബ് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് സെയ്ദ സലാമിനെ പ്രേമിച്ചതെന്ന്. സലാം സെയ്ദാനെ എന്നല്ല പറഞ്ഞത്, സെയ്ദ സലാമിനെ എന്നാണ് പറഞ്ഞത്. സലാമിന് നാണാണ് പൊതുവെ. പക്ഷെ ഞാൻ സെയ്ദ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് ബാബു ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇരുന്നത്. അപ്പം അങ്ങനെ പിന്നെ അന്ന് ഇതുപോലെ ഒരു തെങ്ങിന്റെ ചോട്ട് കൊണ്ടാക്കി രണ്ടാളുടെ ഫ്രണ്ട്സും കൂടെ. അപ്പം എന്നിട്ട് അവിടെ വെച്ചിട്ട് ബാബുവിന്റെ നമ്പർ ചോദിക്കുക ചെയ്തത്. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. 2000 സെപ്റ്റംബർ എത്രാം തീയതി രതീഷിന് ഓർമ്മയുണ്ടാ? 2000 സെപ്റ്റംബർ 31 അങ്ങനെ എന്തോ ആണ്, 21 31 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെ, അങ്ങനെ എന്തോ ആണ്. അപ്പം അന്ന് അതുപോലെ ഒന്നും കൂടുതൽ സംസാരിച്ചൊന്നുമില്ല. എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. അപ്പോൾ അന്ന് മൊബൈലൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല 2000-ലാണ്. മൊബൈലുള്ളവരുണ്ടായിരുന്നു, ഒരാൾ മൊബൈലുണ്ടായിരുന്നു കോളേജിൽ. അവന് മൊബൈൽ മേനോൻ എന്നാണ് അവന് അറിയപ്പെട്ടിരുന്നത്. അവനൊരു മേനോനായിരുന്നു, പ്രജീഷ് മേനോൻ, മൊബൈൽ മേനോൻ എന്നാണ് അവനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു, ലാൻഡ് ഫോണിൻ്റെ നമ്പർ ഞാൻ കൊടുത്തു. അങ്ങനെ നേരിട്ട് ഐ ലവ് യു എന്നൊന്നും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇഷ്ടമാണെന്നുള്ളത് രണ്ടാൾക്കും അറിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ. പിന്നെ ബാബുവിൻ്റെ ഫ്രണ്ട്സ് ബാബു തന്നാന്ന് പറഞ്ഞിട്ട് പല ഗിഫ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുവന്ന് തരുമായിരുന്നു. ചെറിയ ചെറിയ സാധനങ്ങൾ. കാലത്ത് അവിടെ തിരൂര് താഴെപ്പാലം ആയിരുന്നു കോളേജ് ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് ആമ്പലുണ്ടായിരുന്നില്ലേ രതീഷേ, ഓർമ്മയുണ്ടാ? അപ്പോൾ അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ചെറിയ അരുവി പോലെ ഇങ്ങനെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജോബിഷാണ് ആമ്പലൊക്കെ കൊണ്ടുവന്ന് തരും, ബാബു തന്നാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആമ്പലൊക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതാണത്. പിന്നെ പെണ്ണ് കൊണ്ടുവന്ന് തരും ബാബു തന്നാന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ എൻ്റെ പെണ്ണ് മഷി തീർന്നു പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ. പിന്നെ ബാബു പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വന്ന് പറയും. ബാബു അങ്ങനെ നേരിട്ട് വരാറുണ്ടായിരുന്നില്ല. ഞാൻ ബാബുവിൻ്റെ അടുത്തേക്കും പോയിട്ടുണ്ടായില്ല ആദ്യ കാലത്തൊന്നും അങ്ങനെ സംസാരിക്കാനും. പിന്നെ അടുപ്പായതിനു ശേഷമൊക്കെ സംസാരിക്കാനൊക്കെ പോയിരുന്നു. പിന്നെ ടീച്ചേഴ്സിനൊക്കെ അറിയായിരുന്നു. പിന്നെന്താ പറയുക, അന്നതുപോലെ കോളേജ് ഡേ അല്ല, അവിടെ ഒരു ബിൽഡിംഗ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാനൊരു പാട്ട് പാടി. അന്ന് ഞാനൊരു ഓണം കൂടിയായിരുന്നു തോന്നുന്നുണ്ട്, ഓണാഘോഷം ഒന്നിച്ചായിരുന്നില്ല രതീഷിന് ഓർമ്മ ഉണ്ടത്? ഓണാഘോഷം അത് അന്നാണ് പ്രണയിക്കുമായിരുന്നു. അന്ന് തന്നെയാണ് ബിൽഡിംഗ് ഇനോഗ്രേഷൻ വേറെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് ഓണം സെലിബ്രേഷൻ. ആ പാട്ടൊക്കെ എല്ലാരും ഓർത്തിരിക്കും, ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ ബാബു പറഞ്ഞിരുന്നത് ബട്ടർഫ്ലൈ പോലെ പാറി നടന്നിരുന്നതാണ് ബാബു എന്നെ കുറിച്ച് ബാബുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബു ഭയങ്കര സൈലന്റ് ആയിരുന്നു. സൈലന്റ് ആണെങ്കിലും ഈ പണി ഒപ്പിച്ചെന്നാണ് എല്ലാവരും പിന്നെ ബാബുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഞാൻ പ്രണയിക്കുമായിരുന്നു, പാട്ട് പാടിയിരുന്നു. അപ്പം അന്ന് മലയാളം മിസ് പുഷ്പ മിസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാട്ട് പാടി കഴിഞ്ഞ സ്റ്റേജിൻ്റെ പിന്നിക്ക് പോയിട്ട് ഞാൻ ചോദിച്ചു, മിസ് എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, നിന്റെ പാട്ടും വളിയും വർത്താനൊക്കെ സെക്കൻഡ് ബികോമിന്ന് കേൾക്കാറുണ്ട്. BA ഹിസ്റ്ററിക്ക് പഠിക്കണ എന്നോട്. അപ്പോൾ സെക്കൻഡ് ബികോമിൽ ബാബുവാണെന്ന്. അപ്പോൾ ഒരു വെച്ചിട്ട് പറഞ്ഞു തന്നെ, ആക്കി പറഞ്ഞു തന്നു, നിന്റെ പാട്ടും വർത്താനൊക്കെ സെക്കൻഡ് ബികോമിന്ന് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു.
അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് പക്ഷേ ഇപ്പോഴും എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അന്നത്തെ. ഞാൻ കോളേജിൽ 3 വർഷം ഡിഗ്രിക്ക് തിരൂർ കോപ്പറേറ്റീവ് കോളേജിൽ പഠിച്ച ആ ഒരു 3 വർഷത്തെ പ്രിൻസിപ്പാളായിരുന്നു KT ഉത്രേമാൻ സാറ്. അദ്ദേഹം 3 വർഷം പ്രിൻസിപ്പൾ. പക്ഷേ അദ്ദേഹം മാത്രം അറിയില്ല തോന്നുന്നുണ്ട് ഞങ്ങളുടെ അഫെയർ അന്ന്. ബാക്കി അവിടുത്തെ പ്യൂണും മുതൽക്ക് സകല സാറന്മാർക്കും അറിയായിരുന്നു. പിന്നീട് ഞങ്ങളെ ബന്ധത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് വീട്ടുകാർ പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചിരുന്നു ബാബുവിനെ കുറിച്ചൊക്കെ. പറഞ്ഞു അവള് ഭയങ്കര ടോക്കറ്റീവാണ്, ഭയങ്കര വായാടിയാണ്, ഭയങ്കര വികൃതിയാണ്. പക്ഷേ ഇത് ഞാൻ അറിയില്ല, ഇങ്ങനൊരു സംഭവം ഞാൻ അറിയില്ല എന്നാണ് സാറ് പറഞ്ഞതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. സാറ് ഇപ്പോഴും അബുദാബിയിലുണ്ട്. സാറ് നാട്ടിൽ തിരുവനന്തപുരത്ത് CBI ആണ് PSCT. സാറ് CBI ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ സാറ് ലീവ് എടുത്തിട്ട് ഇപ്പം അബുദാബിയിലാണുള്ളത്. ഞാൻ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ആവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സാറിനെയാണ് ഞാൻ വിളിക്കുന്നത്, മെസ്സേജ് ചെയ്യുന്നത്. എല്ലാ ഹെൽപ്പും എനിക്ക് സാറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇപ്പോഴും ഉണ്ട്. സാറിൻ്റെ ഭയങ്കര ഫ്രണ്ട്സാണ് ഞാനും ഞങ്ങളുടെ അന്നത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള KT ഉത്രേമാൻ സാറ്. പിന്നെ അതുപോലെ ഹാഫ് ഇയർലി എക്സാം നടക്കുന്ന സമയത്ത് നടക്കുമ്പം എന്തായിരുന്നു സാർ ഇസ്മായിൽ സാറുണ്ട്, നോർമൽ രതീഷ്, നിങ്ങൾ അക്കൗണ്ടൻസിൻ്റെ 4th ഗ്രൂപ്പുകാരുടെ സാറാണല്ലേ. ഞാൻ BA ഹിസ്റ്ററി ആയിരുന്നു. അപ്പം BA ഹിസ്റ്ററിയും BCom ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കിട്ടിയ ചാൻസിന് ഞാനും ബാബു അടുത്തടുത്തിരുന്നു. അതൊക്കെ നല്ല ഇഷ്ടമായതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എക്സാം എഴുതാൻ ഞങ്ങൾ 2 സബ്ജക്റ്റുകാരാണ്, കോപ്പി അടിക്കാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര വർത്താനം. അപ്പോൾ ഈ സാറ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത്ര വലിയ വർത്താനം, എല്ലാവരും നന്നായി എക്സാം എഴുതാണ്, നിങ്ങൾ രണ്ടാളും ഭയങ്കര വർത്താനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സാറ്. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അന്ന് ഞാൻ പ്രണയിക്കുകയായിരുന്ന പാട്ടാണ് പാടിയത്. പ്രണയിക്കുന്ന പാട്ടിന് പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങൾ. അതെ പാടാല്ലേ വിചാരിച്ചു, ശബ്ദം ശരിയാക്കട്ടെ വിചാരിച്ചു. രതീഷിന്റെ മോൻ കേട്ടിട്ടില്ല എന്റെ പാട്ട്. അതീഷ് മോൻ അവനെ കാണിക്കാൻ സമ്മതിക്കുന്നില്ല. പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ, പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. മോനെ വായൊക്കെ നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് നേരിട്ട് ഞാൻ പാടുന്ന കേൾക്കില്ല. എന്നെ അവന് ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത്. പ്രണയിക്കയാണോ നമ്മൾ ഇനിയും പിറക്കാത്ത ജന്മങ്ങളിൽ. ശബ്ദമൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ, പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. ഈ ബന്ധമെന്നും അനശ്വരമല്ലയോ, അകലുകയില്ലിനി നമ്മൾ. ഈ ബന്ധമെന്നും അനശ്വരമല്ലയോ, അകലുകയില്ലിനി നമ്മൾ. പ്രണയിക്കയാണോ നമ്മൾ ഇനിയും പിറക്കാത്ത ജന്മങ്ങളിൽ, പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ. ഇനി നമ്മൾ പിരിയുവതെങ്ങനെയോ എങ്ങനെയോ, ഇനി നമ്മൾ പിരിയുവതെങ്ങനെയോ എങ്ങനെയോ. ഏതായാലും ഈ പാട്ടിനെ അന്വത്താക്കിക്കൊണ്ട് തന്നെ സന്തോഷമായി ജീവിച്ച് കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 2000 മുതൽ 2019 വരെ 19-20 വർഷമായി തുടങ്ങി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ചോ ഇനി ഒരുപാട് വർഷങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാനൊക്കെ ഭാഗ്യം നൽകട്ടെ എന്ന് വിചാരിക്കാം. ഞങ്ങൾ ക്യാപിറ്റൽ മാളിനകത്തെത്തിയിട്ടുണ്ട്. അബുദാബിയിലെ ക്യാപിറ്റൽ മാളിനകത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാപിറ്റൽ മാളിലാണ് നിൽക്കുന്നത്. അബുദാബിയിലെ ക്യാപിറ്റൽ മാളിലാണ്. ഇവിടെ എന്താ എഴുതിയിട്ടുള്ള മിക്സ് യുവർ ഓൺ സലാഡ്സ്
പെർ kg. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് സലാഡ് ഉണ്ടാക്കാൻ മിക്സ് ചെയ്തിട്ട് 20 ദിർഹംസ് ആണ്, 90 ദിർഹംസ്. ചിക്കൻ എന്താ പറയുക, ഷ്രിൽഡ് ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, മുട്ട പുഴുങ്ങിയത്, പിന്നെ ബീറ്റ്റൂട്ട്, സ്വീറ്റ് കോൺ, സോയാബീൻ, പിന്നെ അപ്പുറത്ത് എന്തോ കടലുണ്ട്, പിന്നെ അപ്പുറത്ത് നമ്മുടെ കാബൂളി കടല അല്ലേ, ചന ആണ്. പിന്നെ ഇത് അപ്പുറത്ത് ചീസ് എഴുതിയിട്ടുണ്ടല്ലേ, ചീസ് ഉണ്ട്, ഫെറ്റ ചീസ്, ഫ്രൈഡ് കുബൂസാണ് ഈ തലക്കൽ. പിന്നെ തക്കാളി വലിയ വലിയ പീസാക്കിയിട്ടുണ്ട്, തക്കാളി, പൊട്ടറ്റോ, ബേബി കോൺ കാണുന്നുണ്ട്, ബേബി കോൺ ഉണ്ട്. പിന്നെ ഇവിടെ സ്ലൈസ് കുക്കുംബർ ഈ സൈഡിൽ എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഒലീവ് തന്നെ. അപ്പുറത്ത് മക്രോണി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, വൈറ്റ് ഒനിയൻ, മിക്സഡ് ക്യാപ്സിക്കം, എനിക്ക് പറയാൻ കിട്ടുന്നില്ല ചിലതൊന്നും, നന്നായി അറിയാം. എന്നാലും വയലറ്റ് ക്യാബേജ്, സാദാ ക്യാബേജ്, പിന്നെ മറ്റേ നമ്മളെ ലെറ്റ്യൂസാണ്. സോസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് സോസ് ഉണ്ട്. ഇതിങ്ങനെ കോക്ടെയിൽ ജ്യൂസ് ഐസിലാക്കി വെച്ചേക്കുവാണ്, കോക്ടെയിൽ ജ്യൂസ് ഐസിലാക്കി വെച്ചേക്കും. എക്സ്ക്യൂസ് മീ മാം. ഹായ്. Where are you from? I'm from Philippines, ma'am. Philippines. Okay, your good name please? My name is Sheila. Sheila. Yeah. How are you, madam? How are you? Would you like to try? Alhamdulillah, good. Yes. Okay, thank you. Okay, thank you. Fresh juice. Then Sheila is a Kerala name. Yeah, I know that, ma'am. Ah. They tell me also. Okay. There's a song for that, right? Okay. Try our fresh juices, ma'am. Yes. Okay, happy to meet you. Thank you, madam. Okay, thank you, welcome. Then വാട്ടർ മെലോൺ ഉണ്ട്, നമ്മുടെ ചക്കര മത്തൻ, പൈനാപ്പിളൊക്കെ വലിയ വലിയ പീസാക്കി സ്ക്വയർ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഓരോന്നിനെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം, സലാഡാക്കി മേടിക്കാം എന്നാണ് പറയുന്നത്. എൻ്റെ കൂടെ ഉള്ളവർ കാണാൻ ബ്രിട്ടീഷ് അവരോട് സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 25.75 ദിർഹംസാണ് ഇതിനുള്ളത്. പിന്നെ ഇത് നമ്മുടെ പപ്പായ ഉണ്ട്, പഴുത്ത പപ്പായ ഉണ്ട്, എനിക്ക് തോന്നുന്നു അപ്പുറത്ത് പച്ച പപ്പായാണ്. കട്ട് ഹണി ഡ്യൂ, റോക്ക് മെലൺ, പൈനാപ്പിൾ ഉണ്ട്, നമ്മുടെ കിവി, 2 ടൈപ്സ് കിവിയാണ്. അപ്പുറത്ത് പച്ച മാങ്ങ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഗ്രേപ്പ് ഫ്രൂട്ട്, സ്ലൈസ് ഓറഞ്ച്, 2 കളർ ഓറഞ്ച്, നല്ല ഭംഗിയുണ്ട് കാണാൻ, കളർഫുള്ളാണ്. ഓറഞ്ച് ഉണ്ട്, ഒരു റെഡ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, മുന്തിരിങ്ങ ഉണ്ട്, പച്ചയും കറുപ്പും സാധാ നമ്മുടെ. പിന്നെ ഇതും പപ്പായ, അപ്പുറത്ത് കണ്ടത് പപ്പായയല്ല വേറെ എന്തോ ആണ്. ഇത് ഓറഞ്ച് ഉണ്ട്, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ യോഗേർട്ട്, ലോ ഫാറ്റ് യോഗേർട്ടാണ്, ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഓക്കെ അതീഷ്, ഞാവൽപ്പഴം പോലെ നമ്മുടെ കറുത്ത മുന്തിരിങ്ങ. സ്ട്രോബെറി, റെഡ് കറന്റ്, ഗോൾഡൻ ബെറീസ്, സ്ട്രോബെറി, മാംഗോസ്റ്റിൻ, നമ്മുടെ മലേഷ്യൻ്റെ ദുര്യൻ ഫുഡ്. ഇതേ ഞാൻ മലേഷ്യ പോയപ്പോൾ കഴിച്ച ദുര്യൻ, നമ്മുടെ ചക്ക പോലത്തെ. ലിറ്റ്യൂസ്, ഇതെന്താ സംഭവം എനിക്ക് അറിഞ്ഞു കേട്ടോ. ഇതെന്താടാ ഇരിക്കുന്നതാ? ശരി, ഞാൻ കഴിച്ചു.
എന്താ സാധനം? ഇത് നമ്മുടെ പൊങ്ങൊക്കെ പോലെ എന്ന് പറഞ്ഞാൽ കഴിച്ചു. പൊങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെ, വലിയ ടേസ്റ്റ് ഇല്ല. ഇത് കണ്ടോ, ഞാൻ മുമ്പൊന്നും വന്നപ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഷാർജയിലല്ലേ മുമ്പ് ഉണ്ടായിരുന്നത്, ഞാനങ്ങനെ കണ്ടിട്ടില്ല. പൈനുങ്കായി ഒക്കെ പോലെ അല്ലേ, എന്താ പറയുക, പൈനുങ്കായി ഒക്കെ പോലെ. ഇതിങ്ങനെ മരത്തിലുണ്ടാവണമായിരിക്കില്ലേ? റേറ്റ് ഒന്നും ഇവിടെ എഴുതി വെച്ചില്ല, നല്ല റേറ്റുള്ളതാണോ അറിയില്ല. ഇത് നമ്മുടെ ബദാമാണെന്ന് പറയും. ഞാൻ ഇതും ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ബദാമാണ്. ഉച്ചപ്പാട് കേൾക്കാണ്ടോ? ഇത് നമ്മുടെ സാധാ നിലക്കടല, നമ്മുടെ നിലക്കടല. ക്യാപിറ്റൽ മാളിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ക്യാപിറ്റൽ മാളിലാണ്. ഇത് ലിച്ചിയാണ്. പക്ഷെ നമ്മുടെ ഇത് കളർ വ്യത്യാസമുള്ളൂ അല്ലേ. ഇന്നലെ ഞാൻ താമസിക്കുന്നതിന് താഴെയുള്ള വെജിറ്റബിൾ കടയിൽ നിന്ന് വേറെ അല്ലേ കണ്ടേ, പച്ച ഒരു പൈനുങ്കായിൻ്റെ കളറിൽ. ഇതൊരു മുള്ളു പോലെ ഇങ്ങനത്തെ ഒരു പ്രത്യേക കളറാണ്. ക്യാപിറ്റൽ മാളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. ഇത് പീച്ച് എന്ന് പറയുന്നത്, പീച്ച് ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ പീച്ചാണ്. സൗത്ത് ആഫ്രിക്കയിലെ പീച്ച് കാണാൻ നമ്മളെ സബർജിൽ പോലെ ഉണ്ട് കേട്ടോ. സബർജിൽ എന്ന് അറിയില്ല, പക്ഷേ എഴുതി വെച്ചിട്ടുള്ള പിയേഴ്സ് ഷിങ്കോ, ചൈനേൻ്റെ പിയേഴ്സ് ഷിങ്കോ എന്നാണ് എഴുതി വെച്ചത്. മാങ്ങ നോക്കിയാ, ആഹാ എന്താ മാങ്ങ. നമ്മുടെ നാട്ടിൽ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചുവപ്പും പച്ചയൊക്കെയുള്ള മാങ്ങ. അതിൽ പല വെറൈറ്റി ഉണ്ട് മാങ്ങേൻ്റെ. കെനിയൻ്റെ മാംഗോ ലോങ് ആണ് ഇത് ഓസ്ട്രേലിയൻ്റെ മാങ്ങയാണ്. ഇത് സൗത്ത് ആഫ്രിക്കൻ്റെ പ്ലം, യെല്ലോ പ്ലം. നമ്മുടെ പ്ലം ഇല്ലേ, സെയിം അതിൻ്റെ യെല്ലോ ആണിത്, നമ്മുടെ പ്ലംസിൻ്റെ യെല്ലോ. ഇത് കാക്ക ഫ്രൂട്ട്, കാക്കപ്പഴം. കണ്ട കോഴിമുട്ടപ്പഴം പോലെ ഇരിക്കും, നമ്മുടെ കോഴിമുട്ടപ്പഴം പോലെ കാക്ക ഫ്രൂട്ടാണിത്. നല്ല ടേസ്റ്റാണ്, ഞാൻ കഴിച്ചു. ഇത് സ്വീറ്റ്സാണ്, സ്വീറ്റ്സ്. കാജു കത്ലി, നമ്മുടെ ഒരു സോനാപ്പപ്പടിയൊക്കെ പോലത്തെ. ഇത് ലഡു, സൗത്ത് ഇന്ത്യൻ ലഡു. നമ്മുടെ ലഡു തന്നെയാണ്. രസ്മലായി, കാലാ ജാമുൻ, ഗുലാബ് ജാമുൻ പോലത്തെ സംഭവങ്ങൾ. രസഗുള, നമ്മുടെ രസഗുള തന്നെയാണ്. രസ്മലായി, മോട്ടിച്ചോർ ലഡു, മാവ കേക്ക്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വീറ്റ്സ്. ബേസൻ ലഡു ഇല്ലേ, നമ്മുടെ ബേസൻ ലഡു. നമ്മുടെ ജിലേബി ഇമറാത്തി എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ജിലേബി പോലെ ഉണ്ട് കണ്ടാൽ. മൈസൂർ പാക്കിൻ്റെ പോലെ നോക്കിയാൽ 44 ദിറംസ് ഉണ്ട് മൈസൂർ പാക്ക്. ഇത് ജിലേബി, ഇതന്നെ ഒരു ജിലേബി. ജാഗീരി ഹൽവ, സ്പെഷ്യൽ യെല്ലോ ഹൽവ, റെഡ് ഹൽവ, കോക്കനട്ട് ഹൽവ, മാംഗോ ഹൽവ. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അസാബിയ, ഇതിന് ഷാർജ വന്നപ്പോൾ മുമ്പേ കഴിച്ചിട്ടുണ്ട്. അസാബിയ ഇതും കഴിച്ചിട്ടുണ്ട്. ഈ അസിയ കഴിച്ചിട്ടുണ്ട്. അസാബിയ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് ഷാർജയിൽ. വെലോറിയ പിസ്താഷ്യോ സ്വീറ്റ്സാണ്. ബോൾബോസ് നെസ്റ്റ്, നല്ല കാണാൻ ഭംഗിയുള്ള സ്വീറ്റ്സാണ്. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ചെയ്യാറുള്ള സ്വീറ്റ്സ് തന്നെയാണ് ഇതൊക്കെ. കാണുമ്പോൾ എന്തോ ഭയങ്കരമാണെന്നൊക്കെ വിചാരിക്കുക, നമുക്കിതൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബിസ്ക്കറ്റ്സാണ്, ബിസ്ക്കറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസ്ക്കറ്റ്സ്. ഹരീസ വിത്ത് ആൽമണ്ട്, ഹരീസാണ്, അലീസേൻ്റെ വെറൈറ്റി ഹരീസ. പിസ്സ, ചിക്കൻ പിസ്സ. ഒരു ദീപ്തിക്ക് പിസ്സ ഇഷ്ടമാണോ? ഫ്രഷ് ഫ്രൂട്ട് പേസ്ട്രി, ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ടിൻ്റെ പേസ്ട്രി, സ്ട്രോബെറി പേസ്ട്രി, മാംഗോ പേസ്ട്രി.
ഇത് കേക്ക്സ്, ഇത് ഡോനട്ട്സ്, മിനി ചോക്ലേറ്റ് ഡോനട്ട്സ്. നമ്മുടെ സാധാ വൈറ്റ് ഫോറസ്റ്റ്. അടിപൊളി ഒരു കേക്കിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഡോനട്ട്സ്. എൻ്റെ അമ്മ കേക്കുകൾ കേട്ടോ, കണ്ടോളൂ കേക്കുകൾ. ബേക്കറി സെലക്ഷൻ. ഇതേ ഐസ്ക്രീം ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കോൺ ഐസ്ക്രീമാ. ഒരു പാട്ടുകൂടി പാടുവോ? പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ. ഇങ്ങോട്ട് നോക്ക ആദീഷ്. ഹായ്. ഞങ്ങള് ക്യാപിറ്റൽ മാളിന്ന് തിരിച്ചു വന്നു. ഇതാ ക്യാപിറ്റൽ മാളിലെ. ഇത് 2 ഫ്ലോർ 3 ഫ്ലോർ ആയിട്ടുള്ളു. ഇതേ ക്യാപിറ്റൽ മാൾ അബുദാബിയിൽ 50% ഓഫ് മാൾ എൻട്രൻസ്. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ. സൂപ്പറാ. ഈന്തപ്പനകൾ എനിക്ക് ആ പച്ച കൊല ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്നത് ഭയങ്കര ഇഷ്ടം. ചൂട് കാലത്തൊക്കെ സമയത്ത് ഉണ്ടാക്കി കഴിക്കാം. എന്താ അമ്മണി പാടുക? ഇനി ഏത് പാട്ടാ പാടുക? ആന്റി പാടണോ? ആന്റിയുടെ ശബ്ദം പിന്നെ എന്തോ പോലെ. ഇന്നിപ്പോ ഐസ്ക്രീമൊക്കെ കഴിച്ചില്ല. ആലിലത്താലിയുമായി ഒരു നീ തിങ്കളേ ഇതിലേ. എന്താ എലിയവന്റെ ഒരു കേട്ട അടച്ചവന് ചിരിച്ചി വരുന്നവന്. ഇങ്ങടെ ഇന്നെ എന്തോ ഒരു പുഞ്ചിരി. ഞാൻ ഈ പാട്ട് പാടി കഴിഞ്ഞാൽ ആന്റിക്ക് ഒരു ഉമ്മ തരൂലേ? മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. വരദേ പൂമൈനി മധുമംഗളമോതു കോകിലമേ. വരദേ പൂമൈനി മധുമംഗളമോതു കോകിലമേ. സുരഭിലമായൊരു മണിയറുവനെയും മധുമൊഴി മാനസമേ. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ. ആവണിപ്പൊയ്കയിൽ നാണമുലും ആമ്പലോ വധുവായി അരികെ. ഹെലികോപ്റ്റർ പോയ വരെയാണ് ഈ കാണുന്നത് കേട്ടോ.